ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സ് എന്ന് പറയാം. എല്ലാവരും അറിയാതെ പോയ, ഈവൻ ഞാൻ പോലും അറിയാതെ പോയ ഒരു കാര്യമാണ്. അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് 80% ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ ഈ റോസ്മേരി വാട്ടർ. എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാവും, എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ അറിയാം. ഞാനിപ്പോൾ മൂന്നാമത്തെ ബോട്ടിലാണ് ഇത്. അപ്പോൾ ആദ്യത്തെ 2 ബോട്ടിൽ ആൽപ്സിൻ്റെ ആയിരുന്നു. ഈ ബെയർ അനാട്ടമിക്ക് ഈ പ്രൊഡക്റ്റിന് നല്ലൊരു റിവ്യൂസ് കണ്ടപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീക്കാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. 2-3 ദിവസമായിട്ടുള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം കയ്യിൽ കിട്ടിയപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പ്രേ തീരെ വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ ഇരുന്നിട്ടും എനിക്ക് ഈ സ്പ്രേ, അത് എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് എത്ര നേരം, ഒരു 2-3 മണിക്കൂർ ഇരുന്നിട്ടാണ് ഇതിൻ്റെ സ്പ്രേ ഒന്ന് വർക്കായി കിട്ടിയത്. അപ്പം ഞാൻ റിവ്യൂസ് നോക്കിയിരുന്നു ഇതെങ്ങനെയാണ് ഇതിൻ്റെ സ്പ്രേ വർക്കൗട്ട് ആവുന്നതൊക്കെ. അപ്പോൾ പലർക്കും എന്നെ പോലെയുള്ള ആ ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രോഡക്റ്റ് തിരിച്ചയക്കാൻ വരെ ശ്രമിച്ചവരുണ്ട്. അപ്പോൾ എനിക്ക് ആ റിവ്യൂ നിന്ന് മനസ്സിലായി. അങ്ങനെ കുറേ നേരം ഇരുന്ന ശേഷമാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അതായത് ഈ സ്പ്രേ നോക്കുമ്പോൾ തന്നെ അറിയാം, 2 ബട്ടൺ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഉണ്ട്. ഞാനിത് കിട്ടിയപ്പോൾ കുറേ നേരം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തിരിച്ച് നോക്കി, ഇത് എങ്ങനെയാണ് സ്പ്രേ വർക്കൗട്ട് ചെയ്യാൻ നോക്കാനായിട്ട്. എനിക്ക് അപ്പോഴൊന്നും ക്ലിക്കായില്ല. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് അതിൻ്റെ മുന്നിൽ ഓൺ എന്നും അപ്പുറത്ത് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട് ആ ബട്ടൻ്റെ മുന്നിൽ. അത് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല, നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഓണെന്ന് എഴുതിയ ആ ഭാഗത്ത് നമ്മൾ അത് യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഓണെന്ന് എഴുതിയ ആ ഭാഗത്തെ ബട്ടൺ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവും. ഇത് ആ ഒരു സ്പ്രേ കണ്ട ഇപ്പോൾ ദേ വർക്കായി. അപ്പോൾ ഓണെന്ന് എഴുതിയ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്യുക. അതുപോലെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് എന്ന് എഴുതിയ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ലോക്കായി, പിന്നെ അതിൻ്റെ സ്പ്രേ വർക്കാവില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മെക്കാനിസം. പക്ഷേ ഇത് അപ്പോൾ തലയിൽ കൂടെ പോയില്ല ആ ഒരു എങ്ങനെയാണത് ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷേ കുറേ നേരം ഇരുന്നപ്പോഴാണ് ഓൺ ഓഫ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗം ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഇത് പെട്ടെന്ന് പ്രസ് ചെയ്താലും ഇത് പ്രസ് ആവുന്നുണ്ടായിരുന്നില്ല. ഓണെന്ന് എഴുതിയ ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് അത് ഇപ്പുറത്തേക്ക് ആ പുഷ് വരുന്നത്. അതുപോലെ ലോക്കാവാനും തിരിച്ച് ഓഫ് എന്ന് എഴുതിയ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യണം, ഒന്ന് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണം. പിന്നെ 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഇതിൻ്റെ ഒന്ന് അയവ് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പലർക്കും അറിയാതെ പോകുന്ന കാര്യമാണ്. പലരും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചവരും ഇനി വാങ്ങിക്കാൻ പോകുന്നവർ ഇങ്ങനെയൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂസാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തേത് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് നിന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്, എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.